Hi, good evening, all. So, yes, I'm live. Welcome to another episode or another session of Let's Speculate. And here it's Priyanka Pratas from Let's Update Language Academy. And yes, another week of examination is on. Actually, after Easter, after a long interval or a small vacation, we're back with an examination. So, എല്ലാവരും അത്യാവശ്യം റിലാക്സ് ഒക്കെ ചെയ്ത് ഈസ്റ്റർ വിഷു ഒക്കെ ആഘോഷിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഐ തിങ്ക് the number of students are comparatively less for this examination. അപ്പോൾ I was actually an interlocutor and I was being part of this examination process and all. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് ഈ വട്ടം എന്താ പറയുക എക്സാമിനേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ എക്സാമിന് കുറവാണെന്ന്. ഐ ഡോ നോട്ട് നോ, മേ ബി ബിക്കോസ് ഇങ്ങനെ ഒരു വിഷു ഈസ്റ്റർ അങ്ങനെയുള്ള കുറച്ച് ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിരിക്കും അല്ലേ. Anyway, but still there are a bunch of students writing examination in even this April 23rd. And one more thing, നമ്മൾ ഒരു വിഷു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ 2 സ്റ്റുഡൻസിന് ഫ്രീ ട്രെയിനിങ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോത്ത് ഫോർ IELTS ആൻഡ് ഓൾസോ ഫോർ OET. അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ നാളെ ഇന്നത്തെ കൊണ്ട് നമ്മുടെ കറക്ഷൻസ് ഒക്കെ തീർന്നു. അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ നാളെ പബ്ലിഷ് ചെയ്യുവാണ്. സോ ആൻഡ് ഇപ്പം വിജയികളായിട്ടുള്ള കുട്ടികളെ നമ്മൾ ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദോസ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് ഓൾസോ ടു ദ വിന്നേഴ്സ്. അപ്പോൾ എന്താണ് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഒത്തിരി സ്റ്റുഡൻസിൻ്റെ ലെറ്റേഴ്സ് നമുക്ക് ലെറ്റേഴ്സ് ആയാലും സ്പീക്കിംഗ് സെഷൻ ആയാലും അറൗണ്ട് ഒരു 3 ബാച്ചായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. ആൻഡ് എസ്പെഷ്യലി ഫോർ OET there were a lot of students and which actually encourages, അതൊരു വലിയ മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം അത്രയും സ്റ്റുഡൻസ് ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു. ദാറ്റ് ഷോസ് ദ പാഷൻ. നിങ്ങളുടെ പാഷനാണ് അത് കാണിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ എഴുതാനുള്ളൊരു പാഷനാണ് ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി 2 കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാഷൻ, ആ ഒരു ഡെഡിക്കേഷൻ ഒക്കെ നിങ്ങൾക്കൊരു സക്സസ് ആയിട്ട് ഉടനെ തന്നെ മാറും. സോ താങ്ക് യു ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു ഹവ് പാർട്ടിസിപ്പേറ്റഡ് ഫോർ ദ വിഷു ഈസ്റ്റർ മോക്ക് ടെസ്റ്റ് ആൻഡ് ദ വിന്നേഴ്സ് വിൽ ബി അനൗൺസ്ഡ് the coming day, the very next day. So yeah, I've got some few message. Hi Setu, hi, how are you? Amal Dev, hi Amal. And Resnani, hi, and Das, hello, hi. Alright, so I'm waiting for more participants to join. And day after tomorrow again, there will be some who will be facing examination. OET is going to conduct another examination on April 23rd. And what is special on the day is something that we have to wait and see. കഴിഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും തന്നെ അത്യാവശ്യം ഹാപ്പി ആയിട്ട് പോയൊരു എക്സാമിനേഷൻ ആയിരുന്നു. റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. നോട്ട് ജനറലി ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഇൻ A and B പാർട്സ്. അപ്പം യെസ്, ശ്രീലക്ഷ്മി ശ്യാം, ഹായ്, ഗുഡ് ഈവനിങ് ശ്രീലക്ഷ്മി. ഓൾറൈറ്റ്, സോ ആൻഡ് എക്സാമിനേഷനൊക്കെ ശേഷം നമ്മൾ ഇടുന്ന സ്പെക്കുലേഷൻ, എക്സാമിനേഷന് മുന്നേ ഉള്ള ഈ സ്പെക്കുലേഷൻ വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ സാറിൻ്റെ യൂട്യൂബിലിടുന്ന റൈറ്റിങ്ങിൻ്റെ ഡീപ്പ് ഡിസ്കഷൻ വീഡിയോ ആണെങ്കിലും ആൻഡ് ഓൾസോ എക്സാമിനേഷന് ശേഷം ഓൺ ദ വെരി ഡേ 9th വരുന്ന ലൈവ് സെഷൻ ആണെങ്കിലും അതിനൊക്കെ നമുക്ക് ഒത്തിരി കമൻറ്റ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. സ്പെഷ്യലി ദോസ് ഹു ഹാവ് ജസ്റ്റ് റിട്ടൺ ദ എക്സാമിനേഷൻ, അവർ ഈഗർലി മെസ്സേജിങ് ടു എസ്, ഇങ്ങനെ എഴുതിയാൽ ശരിയാവോ, അങ്ങനെയാണോ. ആൻഡ് ഈവൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അതിനെ വളരെ ഹാപ്പി ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. Okay. All right. Hello. Am I audible? The sound, is it good enough? Hello. Yeah. Please comment. And voice audible ആണോ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. Excuse me. Hi Setulakshmi, Blessy, hi. Soumya, hi. Okay. Then Glory, hi Glory. How are you? Bessie Juice, good evening. Rasna,
യെസ് മാം ഓഡിബിൾ ആണ്. ഓക്കെ സോ ഓക്കെ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന നമ്മുടെ കോർഡിനേറ്റേഴ്സിന് ഐ തിങ്ക് ദേ ആർ ക്വൈറ്റ് കൺഫ്യൂസ്ഡ്. നോ ഡോണ്ട് വറി, ഇറ്റ് ഈസ് ഓഡിബിൾ. Alright, so hi Renju, Nimi hi, good evening. Rasna, thank you for the reply. Alright, anyway, and actually the climate is not so favorable. ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. So last time also it was the same. And but then we could make this, it is clear, Bessie said it is clear. Alright, we could make this speculation video. So I think I straight away move into the topic that is about OET examination, which will be held on April 23rd. Yes, you have 4 modules: reading, listening, writing and speaking. I think I messed the order. It is listening, reading, writing and speaking. This is the order you'll have to face in the examination. അപ്പോൾ ലിസണിങ്ങും റീഡിങ്ങും അല്ലേ എപ്പോഴും നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ, എന്തായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫൈനൽ എഫേർട്ടിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫൈനൽ ഒരു ഐ മീൻ വാട്ട് വിൽ ബി ദ റിസൾട്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴും നമുക്ക് റീഡിങ് ആൻഡ് ലിസണിങ്ങിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലേ. ആൻഡ് അപ്പോൾ നമ്മൾ ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ബൈ നൗ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. നിങ്ങൾ വെറുതെ നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് ചെയ്യുന്നതിലല്ല നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരേ കാര്യം തന്നെ തെറ്റിപ്പോകുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിനെ ഡീപ്പായിട്ട് ട്രെയിനിങ് ചെയ്യുന്നതിലാണ് കാര്യം. സോ ഐ വാസ് സോ ഹാപ്പി ദാറ്റ് നമ്മൾ ഓരോ എക്സാം ബാച്ചും ഒരു 1 മന്താണ് നമ്മൾ ഓരോ എക്സാം ബാച്ചും ഉള്ളത്. അപ്പോൾ ആ ഓരോ എക്സാം ബാച്ചിനെയും ഒരു ലാസ്റ്റ് ഘട്ടമാകുമ്പോൾ ഈവൻ നമ്മുടെ ലിസണിങ്ങിന് റീഡിങ്ങിനും ട്രെയിനിങ് എടുക്കുന്ന റൗസർ ആണെങ്കിലും അത് ഓൺലൈൻ ആണെങ്കിലും നമുക്ക് ദർ ആർ ഫ്യൂ ഫാക്കൽറ്റീസ് ലൈക്ക് ഡോക്ടർ മേരി ആൻഡ് രേഷ്മ, അങ്ങനെ റീഡിങ്ങിനൊക്കെ എടുക്കുന്നവർ നമ്മളോട് വന്ന് പറയും. എസ്പെഷ്യലി റെഗുലർ ബാച്ചിൽ ഈ ലാസ്റ്റ് ഒരു ഘട്ടമാകുമ്പോൾ 1 മന്തിൻ്റെ അറൗണ്ട് ഒരു എൻഡ് ആകുമ്പോഴത്തേക്കും അവർ ഇപ്പം എ പാട്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങി എന്ന് പറയും. ഓക്കെ, സോ നല്ല രീതിയിൽ അവർ സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ആക്ച്വലി 100% സ്റ്റുഡൻസ് റീഡിങ് ലിസണിങ് ദേ വിൽ ബി ലിറ്റിൽ അൺസർട്ടൻ ഓൾവേസ്, ബട്ട് സ്റ്റിൽ അവർ ആ ഒരു ലെവൽ 1 ലെവൽ 2 അവർ ഡീപ്പ് പ്രാക്ടീസ് ആണെങ്കിൽ എക്സാം ബാച്ചിൽ ഇൻറ്റൻസീവ് സിസ്റ്റം വെച്ചിട്ട് അവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് എക്സാമിനെ ഫേസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് സി പാർട്ടും ബി പാർട്ടും ഒക്കെ എപ്പോഴും എക്സാം കഴിഞ്ഞ് വന്നാൽ പോലും അവർ പറയാൻ അറിയില്ല എന്നാണെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ ദേ ആർ ഗെയിനിങ് കോൺഫിഡൻസ് ത്രൂ ദ പ്രാക്ടീസ്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ റിസൾട്ട്സിൽ ലിസണിങ് റീഡിങ്ങിനൊക്കെ ഏറ്റവും നല്ല സ്കോർ കിട്ടുന്നത്. സോ താങ്ക്സ് ടു ഓൾ ഫാക്കൽറ്റീസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, എസ്പെഷ്യലി റീഡിങ് ലിസണിങ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം എപ്പോഴും പോകാൻ. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു പോകുന്നു അതിലല്ല, മറിച്ച് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, എത്തരത്തിലുള്ള ഗൈഡൻസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹോപ്പ് ഇനി എക്സാം എഴുതാനായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സപ്പോസ് എ പാർട്ടിൽ നിങ്ങളൊരു അപ്രോപ്രിയേറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ എ പാർട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ നേരത്തും ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിനേഷനും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ടൈമിങ് 15 മിനിറ്റ്സ് ആണുള്ളത്. ഐ യു ഫോളോയിങ് ദ മെത്തേഡ് ഓഫ് 13 മിനിറ്റ്സ് ആൻഡ് ലീവിങ് ദ 2 മിനിറ്റ്സ് ഫോർ ചെക്കിങ് യുവർ ആൻസേഴ്സ്? കാരണം അത് നമുക്ക് എക്സാമിനേഷൻ ഈവൻ 14 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എടുത്താലും അറ്റ്ലീസ്റ്റ് വി ആർ ഷുവർ ദറ്റ് വി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടെക്നീക്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് അത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് എക്സാമിനേഷന് പോകാൻ. നമ്മൾ ഏതൊക്കെ ലെവലാണെങ്കിലും എക്സാം ലെവലിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈസ് ഇൻ ദി സ്റ്റൊമക്ക് അല്ലേ, ആ ഒരു സീരിയസ്നെസ് ഒക്കെ വരിക. അപ്പോൾ ആ സീരിയസ്നെസ്സോടെ ഇരുന്ന് ചെയ്യാൻ നേരത്ത് നമ്മൾ നമ്മുടെ 100% ഇടും, isn't it? സോ നമ്മൾ നേരത്തെ ലെവൽ 1 ലെവൽ 2 കിട്ടിയ ആ ഒരു പ്രാക്ടീസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് എക്സാം ബാച്ചിൽ കാണാൻ പറ്റും. സോ hopefully you all have set for listening and reading, I hope. So when you visit the examination hall, do not forget to take all the necessary materials with you, like the passport and also the confirmation page, because at some centers they would ask for the same. And you have to be prior, I mean at least 1 hour prior to the examination, 1.5 hours or even 2 hours. We do not want to take any risks, so
2 hours prior to the examination. Please be there, present. There are some identification check that has to be undergone before you enter into the examination hall. They'll be taking a picture of you and then uploading all your details. Then after that, you'll be entering into the examination hall after showing your passport. So passport is very much important. അപ്പോൾ എത്ര നേരത്തെ എക്സാമിനേഷൻ ഹാളിൽ ഈ ഐഡൻറ്റിഫിക്കേഷൻ ചെക്കൊക്കെ നിങ്ങൾ കടന്ന് വേഗം ഇരിക്കുക. ബി കംഫർട്ടബിൾ ആൻഡ് ദ ഫസ്റ്റ് മൊഡ്യൂൾ വിൽ ബി listening. So during this listening and reading part A, there wouldn't be any interval, or even you have some emergency enna polum you wouldn't be allowed to go outside the examination hall. Even bathroom breaks are not permitted in the listening and reading part A. So our initial 1 hour or 1.5 hours in the പറയുന്നത് you have to be very careful because excuse me, that's because you know it's somewhere like നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ വെച്ച് നമ്മൾ കാണുന്നതാണ്. യൂഷ്വലി സ്റ്റുഡൻസിന് സംഭവിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഒരു ലിസണിങ്ങിൻ്റെ ഒരെണ്ണം കേട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാങ് ഓവർ, ഇത് നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യും സ്റ്റുഡൻസിനെ, നിങ്ങൾ ആ ഒരു ഹാങ് ഓവറിൽ പെട്ടു പോകരുതെന്ന്. കാരണം എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു 10% ഓഫ് സ്റ്റുഡൻസ് ഹാവ് ദിസ് പ്രോബ്ലം ഫസ്റ്റായിട്ട് വരുന്ന സ്റ്റുഡൻസിന്. സോ അതൊക്കെ ഓവർകം ചെയ്ത് കൃത്യമായി ലിസണിങ് ചെയ്യുക. ആൻഡ് ഓൾസോ വെൻ യു ലിസൺ, മേക്ക് ഷുവർ ദറ്റ് യുവർ headphone is audible. You'll get sufficient time to check the quality of your headphone and make sure that it is audible enough and it's good in quality. Okay, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പം തന്നെ ഇൻഫോം ചെയ്യാം. They will give you appropriate measures. They will take the appropriate measures for that. So നമ്മൾ ഒരു കാരണവശാലും അത് മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ തന്നെ please do tell them. Hi Honey Mole. Hi Bessie. It's clear. Thank you. Excuse me. And then after that, what is next is like reading. Coming to the reading part A, again it's time bound and it's very important to keep the time and answer all the questions. അതിനും എനിക്ക് സെയിം അഡ്വൈസ് തന്നെയാണ് എല്ലാവരുടെ പറയാനുള്ളത്. കൃത്യമായ ഒരു മെത്തഡ് യൂസ് ചെയ്ത് നമുക്ക് നിങ്ങൾ ട്രെയിനിങ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നല്ലൊരു ഫീസ് കൊടുത്തിട്ടാണ് അല്ലേ എപ്പോഴും OET-യുടെയൊക്കെ ട്രെയിനിങ് എടുക്കുന്നത്. അപ്പോൾ മേക്ക് ഷുവർ ദറ്റ് യു ഗെറ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ ഓൾ ദ 4 modules. അങ്ങനെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു ആസ്ക് ഫോർ ഇറ്റ് അല്ലേ. നമ്മളുടെ റൈറ്റാണ് നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്. ആ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്. സോ അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ 4 modules-നും കൃത്യമായ ട്രെയിനിങ് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചിരിക്കണം. ആൻഡ് അങ്ങനൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ, കാരണം ലിസണിങ് ആൻഡ് റീഡിങ് ആസ് എ പാസീവ് മൊഡ്യൂൾ, ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് മൊഡ്യൂൾ. ആക്റ്റീവായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 modules-ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. Okay, so make sure that you get proper training for all the 4 modules. And then coming to the writing part, again, as I sometimes mention, like I do not go deep into the writing module because Harisa will be taking so far I have given you an overall idea about the writing, and he always come up with videos for writing. And again, after the examination, definitely will be describing the question and giving a detailed analysis. But make sure that you analyze the question paper properly. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലേ. മേക്ക് ഇറ്റ് ദ റെലവൻറ്റ് ഡേറ്റ ആൻഡ് ഇറെലവൻറ്റ് ഡേറ്റ ഹാസ് ടു ബി സ്ക്രീൻഡ്. ഓക്കെ, സോ ഓർഗനൈസേഷൻ, നമുക്ക് ലെറ്റർ എഴുതാൻ അറിയാം, വി ഹാവ് ഗോട്ട് ഗുഡ് ലാംഗ്വേജ് ഓൾസോ. ബട്ട് ആ ഒരു പോയിന്റിൽ നമ്മൾ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നൊക്കെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ റീഡ് ഇറ്റ് കെയർഫുള്ളി. മെനി ടൈംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും നിങ്ങളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിനുശേഷം അത് ഫോർമുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്ലെയിൻലി റൈറ്റിംഗ് സംതിങ്. ഇറ്റ് നീഡ്സ് ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ് അല്ലേ. നമ്മളിപ്പോൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ ഒരു സെൻറ്റൻസ് അങ്ങനെ എഴുതുമ്പോൾ അത് എന്താ പറയുക, കണ്ടിന്യൂസ് അതിപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പഠിച്ചു വെക്കാതെ വൈ ദാറ്റ് ഇസ്
ആ സെൻറ്റൻസ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത് അല്ലേ? ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് കെയർ, കണ്ടിന്യൂഡ് കെയർ, ഈ സാഹചര്യമാണെങ്കിൽ കണ്ടിന്യൂസ് കെയർ, ഈ സാഹചര്യമാണെങ്കിൽ കണ്ടിന്യൂഡ് കെയർ. അങ്ങനെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാതെ നമ്മളുടെ ട്രെയിനേഴ്സിനോട് തന്നെ ചോദിക്കുക അതെന്തുകൊണ്ടാണ്. കേസ് ഒരു കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ട്രെയിനർ അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ ഹോൾഡുള്ള, ലെറ്റ് ഇറ്റ് ബി ഓഫ് എനി പ്രൊഫഷൻ, ബട്ട് ലാംഗ്വേജിൽ ഹോൾഡുള്ള ഒരു ട്രെയിനർ ആണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും അതെന്തുകൊണ്ടാണ് ഇതല്ലാത്തതെന്നും എന്തുകൊണ്ടാണ് ഇതാണെന്നും അല്ലേ? അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. Okay, so make sure all these criteria have met in your training. Alright, so Habil Joseph Thomas, good evening. Danya Joseph Kurishingal, hello, hi, how are you Danya? Okay, so in coming to my module at speaking, about speaking, like I'm so after each and every examination I become mastered in every speaking module. I'm seeing variety of speaking cards of previous examination and discussing with my students, which makes me more, which makes me more knowledgeable in the cards or the examination pattern. And I'm so happy to say that, and it's relieving also, the system or the structure of the speaking hasn't changed for the past 2 years. അല്ലേ? അതിന് മുന്നേ നമ്മൾ അത്രയും നോക്കിയിട്ടില്ല. ബട്ട് 2 years ആയിട്ടുള്ള കാർഡ്സ് നമ്മൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ, ആൻഡ് എസ്പെഷ്യലി ഇമീഡിയറ്റ് ആയിട്ടുള്ള 6 months കാർഡ്സ് നോക്കുമ്പോൾ, ദർ ഇസ് നോ ചേഞ്ചസ് സച്ച്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ എപ്പോഴും സ്റ്റുഡൻസിന് ഒരു സെറ്റ് ഓഫ് കീ വേർഡ്സ് കാർഡ്സിൽ നിന്ന് പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്ത് അതെന്താണെന്നാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലൈക്ക് ഇൻ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ a patient and also between the nurse, in a professional scenario, a nurse and a patient, എന്തായിരിക്കും അവർക്ക് സംസാരിക്കാനുള്ളത്? Definitely it's all about information giving and information gathering about a condition. ഒരു കണ്ടീഷൻ്റെ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഇൻഫർമേഷൻ ഗിവിങ്ങും ഇത് മാത്രമാണ് ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ കെയറർ ആയിക്കോട്ടെ പേഷ്യൻ്റ് ആയിക്കോട്ടെ ഓർ നഴ്സ് ഇവർക്ക് രണ്ട് പേർക്കും സംസാരിക്കാനുള്ളത്. അത് ഏത് സെറ്റിങ്ങിലായാലും ഇറ്റ് ഈസ് ദ സെയിം. Okay, so ഇതിനെ ബേസ് ചെയ്തിട്ട് there are certain keywords regarding information gathering and information giving. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കീവേഡ്സും അതിൻ്റെ മീനിങ്ങും I used to teach all my students during the orientation class. അപ്പോൾ സ്റ്റുഡൻസ് പൊതുവെ കണ്ടുവരുന്ന കുറേ വാക്കുകളുടെ മീനിങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ടു ബി ഫ്രാങ്ക്, യെസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്ട്രാ നോളജ് കിട്ടുന്ന എപ്പോഴും നല്ലതാണ്. But this role play card has only 5 type of introductions or beginning bullet points 5 എണ്ണമായിരിക്കും. ഓക്കെ, വെറും 5 ബിഗിനിങ് ബുള്ളറ്റ് പോയിന്റ്സിലാണ് നമുക്ക് സ്പീക്കിംഗ് കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഒരു വെറൈറ്റിയും സ്പീക്കിംഗ് കാർഡിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഇല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആ സ്പീക്കിംഗ് കാർഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ കിട്ടുന്ന കാർഡ് ബേസ് ചെയ്തിട്ട് സംസാരിച്ച് അങ്ങ് പോവുകയാണോ? ഓക്കെ, സോ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ബുള്ളറ്റ് പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. I can give you an example for this. Okay, എന്തെങ്കിലും doubts in between ഉണ്ടെങ്കിൽ you can ask me. Okay, I can give you an example. The one example which I can provide you is, we have seen many cases with just examined, just examined, just analyzed the patient or just completed clinical observation. Now you are here to explain about the aftercare. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് ഇപ്പോൾ ഒരു പ്രൊസീജിയർ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്ന സിനാരിയോ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ നമ്മൾ? വാട്ട് ഡസ് ദാറ്റ് മീൻ? ആൻഡ് പേഷ്യൻ്റ് ആൻഡ് നേഴ്സ് ആർ ഇൻ കോൺടാക്ട് ഓർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഈച്ച് അതർ റൈറ്റ് അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ അവർ ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ പരിചയമുള്ളവർ ഇപ്പോൾ കാണുകയോ അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അവിടെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് എക്സാമിൻഡ്, ജസ്റ്റ് ഓൺ ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഓർ ജസ്റ്റ് കംപ്ലീറ്റഡ് ദി suturing, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ the first bullet point will be a question. Even the second bullet point will be a question. So this is something which you can note. നമ്മൾ എന്താ പറയുക, just examined, you have
examined the patient, you have just completed the analysis എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ബുള്ളറ്റ് അത് സിനാരിയോയിൽ കണ്ടിട്ട് നമ്മൾ ബുള്ളറ്റ് പോയിന്റിൽ നോക്കാൻ നേരത്ത് again notice it would be just 2 questions ആയിരിക്കും. ഫൈൻഡ് ഔട്ട് എന്ന് തുടങ്ങുന്ന 2 questions ആയിരിക്കും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കും നിങ്ങൾ ഏത് കാർഡ് എക്സാം പാറ്റേൺ കാർഡ്സ് വേണമെങ്കിൽ എടുത്തോളൂ. ഏത് കാർഡ്സ് എടുത്താലും നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. I have seen cards with just 4 bullet points and 1 line task. എങ്ങനെയാണ് നമുക്ക് എക്സാമിന് അങ്ങനെ ഒരു 1 line ടാസ്കിൻ്റെ കാർഡ് കിട്ടത്തേയില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നല്ലത് ഇറ്റ്സ് ബെറ്റർ യു ഡോണ്ട് പ്രാക്ടീസ്. ഓക്കെ, വി ആർ ഗൈഡഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് മെത്തഡ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ്, വിച്ച് വിൽ ടേക്ക് യു ഇൻ ടു another situation in the examination അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ യു ക്യാൻ ഡു ഇൻ ദിസ് വേ. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എക്സാമിൻ സിറ്റുവേഷനിൽ ഫൈൻഡ് ഔട്ട് എന്ന് തുടങ്ങുന്ന 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ, ഒരു നേഴ്സ് ഒരു എക്സാമിനേഷൻ കഴിഞ്ഞു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ വി ഓൾസോ നീഡ് ടു കളക്ട് സം ഡീറ്റെയിൽസ് ഫ്രം ദ പേഷ്യൻറ്റ്. Only after collecting certain details from the patient, we will be able to talk about the condition in detail. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് ശേഷം certain ക്വസ്റ്റ്യൻസും ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ദേ വിൽ ബി ആസ്കിങ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, പേര് പറയുമോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. വി ഡു നോട്ട് സേ നെയിംസ്. ഇൻസ്റ്റെഡ് വാട്ട് വി സേ ഇസ് thank you for allowing me to examine, or thank you for the cooperation, I have completed the examination, or you can say thank you, I appreciate your willingness to cooperate with me during the examination. And ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം before moving into the explanation, okay, after the examination what a patient expects is explanation അല്ലേ. ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എന്താണ് കാര്യമെന്ന് കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ആ പേഷ്യൻറ്റിനോട് നമ്മൾ പറയുകയാണ്, ബിഫോർ ദ എക്സാമിനേഷൻ ഐ ഓൾസോ നീഡ് ടു കളക്ട് സർട്ടൻ ഡീറ്റെയിൽസ് ഫ്രം യുവർ സൈറ്റ്. ഓക്കെ, എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി കുറച്ച് ഡീറ്റെയിൽസും കൂടി എനിക്ക് കളക്ട് ചെയ്യാനുണ്ട് എന്ന് ചോദിച്ചിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ഷൻ ആയിരിക്കും, ഓർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയായിരിക്കും ഇതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഇറ്റ് ഷുഡൻ ബി ജസ്റ്റ് എ ക്ലീഷ്യ സെൻറ്റൻസ് ലൈക്ക് താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ. അങ്ങനെ എപ്പോഴും ക്ലീഷ്യ ആവരുത്. ബിക്കോസ് ഒരു 60 സ്റ്റുഡൻസ് ആ കാർഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുപോലെ പറയാനാണെങ്കിൽ ദാറ്റ് വുഡൻ ബി unique, or you cannot impress your examiner with the same old statement. Instead you'll have to come up with something new, something that is very polite as well alle, polite aittulla but at the same time new phrases ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Isn't it right? Correct അല്ലേ? Okay, just think. Alright, then so that is one situation. ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് അൺനോൺ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അല്ലേ. അൺനോൺ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് the first bullet point is obviously find out the reason for the visit. Find out the reason for the visit എന്നാണ് അൺനോൺ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ ആസ്ക് ഹൗ കൻ ഐ ഹെൽപ്പ് യു, ഓർ കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിനൊരു ആൻസർ കൊടുക്കുകയാണ്. ആക്ച്വലി ഓക്കെ, ലെറ്റ് മീ ടേക്ക് an example from the cards which I have here, and also it was a last exam card. ഇത് ലാസ്റ്റ് എക്സാം കാർഡാണ്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. Okay, so I have to choose from the unknown case here. Alright, yes. So find out reason for patient's visit. ഇതിൻ്റെ scenario ഇതാണ്. You see a 35-year-old patient who is having trouble sleeping. He or she is seeing you to ask for advice on improving his or her sleep without taking sleeping tablets. So ഞാൻ ചോദിക്കുകയാണ് അല്ലേ, ആസ് എ നേഴ്സ് ഞാൻ ചോദിക്കുകയാണ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. Hello, my name is Priyanka Pradas. I'm the nurse in charge of this community health center. Could you please tell your name? അപ്പോൾ അവർ പേര് പറഞ്ഞു. Okay, so let it be Beena. Hi Beena. Okay, so Beena എന്നിരിക്കട്ടെ. അപ്പോൾ Beena പറയാണ്, okay, hello Beena, how can I help you? So Beena says, like, well, I'm here to get some advice because I have a problem with sleeping problem under, but I am not planning to take any tablets, so I need some advice from your side. So you can say, oh, I'm sorry to hear that. That's a common manners. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അല്ലേ.
നമ്മളൊരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്തെ ഇത് ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ മെഡിക്കൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിലുപരിയായിട്ട് വാട്ട് ഈസ് ചെക്ക്ഡ് ഇസ് യുവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ദ ലാംഗ്വേജ് ഹാൻഡ്ലിംഗ്. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് അസസ് ചെയ്യുന്നത് അല്ലേ. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ഔട്ട് ഓഫ് 9 6 പോയിന്റ്സ് പോകുന്നത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയ്ക്കാണ്. ഓക്കെ, ആസ് എ പാർട്ട് ഓഫ് ദിസ് എക്സാമിനേഷൻ ഞാൻ ഒരു അറൗണ്ട് ഒരു 6 months ഈ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർലോക്യൂട്ടർ എക്സാമിനറൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. സോ ഐ നോ ഇറ്റ്സ് 6 ഔട്ട് ഓഫ് 9 6 മാർക്ക് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയ്ക്കാണ്. 3 marks ആണ് ക്ലിനിക്കൽ ക്രൈറ്റീരിയയ്ക്ക് വരുന്നത്. ആൻഡ് ഈവൻ ഇൻ ക്ലിനിക്കൽ ക്രൈറ്റീരിയ വാട്ട് ഈസ് ചെക്ക്ഡ്, understanding the perspective of the patient, information gathering, how you collect information, ഇങ്ങനെയുള്ള കുറേ പെരിഫറൽ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് അവിടെയും അസസ് ചെയ്യുന്നത്. സോ ഡു നോട്ട് ഫോക്കസ് ടു മച്ച് ഇൻ ടു ദ ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു നേഴ്സല്ല ഞാൻ, ഐ എം എ ലാംഗ്വേജ് ട്രെയിനർ, ഞാൻ എന്താ പറയുക കോളേജിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ എനി കൈൻഡ് ഓഫ് സ്പീക്കിംഗ് കാർഡ്സ്. വൈ? ബിക്കോസ് they have framed in such a way that to speak or to show your English language. ഈ ഒരു കാർഡ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താണ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പേഷ്യൻറ്റ് പറഞ്ഞു സ്ലീപ്പിംഗ് ട്രബിൾ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ദ ക്വൈറ്റ് കോമൺ മാനേഴ്സ് ഓഫ് എൻ ഇംഗ്ലീഷ് മാൻ ടു ഫീൽ empathy, show empathy at the time. Oh, I'm sorry to hear that. അല്ലേ, oh, I feel sorry about that, or I'm sorry to hear that. I think we can manage it. Only after collecting certain information. അല്ലേ, എനിക്കിത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, കാരണം യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്നുള്ള ഫ്രേസ് ഞാൻ മനഃപൂർവ്വമായിട്ട് യൂസ് ചെയ്യാതിരുന്നതാണ്. ഇറ്റ് ഹാസ് ബിക്കം എ വെരി കോമൺ ആൻഡ് ക്ലീഷേ സെൻറ്റൻസ്. സോ ഇറ്റ്സ് ബെറ്റർ യു ഡു നോട്ട് വാണ്ട് ടു യൂസ് ഇറ്റ്. ഹായ് ഷെറിൻ, ഹായ്. Okay, so I'm sorry to hear that, but don't worry, we can manage it. But before that, I need to collect certain information from your side. So please tell me about your sleeping problem. And bracket onset എന്നാണ് കിടക്കുന്നത്. So how do you ask? When it started, അല്ലേ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ ചോദിക്കും. And then initiation/maintaining sleep, അതാണ് when it started. അപ്പോൾ പേഷ്യൻറ്റ് പറയുന്നത് 1 month ago എന്നുള്ളതാണ്. And all right, I have noted that it started 1 month ago. Okay, and what about the sleeping pattern? When you initiate, do you feel problem initiating the sleep or in maintaining the sleep? ഇതാണ് question. Okay, so the patient is saying that it's initiating the sleep is quite easy for me, but after few hours I wake up in the morning. After few hours I wake up and I find it very difficult to sleep again. So again, that's very unfortunate. Okay, you have to again share the feeling with the patient. അല്ലേ, പേഷ്യൻ്റ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരു നേഴ്സിനോട് പറയാൻ നേരത്ത് നേഴ്സിന് വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവർ അത് തുറന്ന് സംസാരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ദേ വാണ്ടഡ് എ സീരിയസ് സൊല്യൂഷൻ ഫോർ ദ സിസ്റ്റം ആൻഡ് ദേ എക്സ്പെക്ട് ദാറ്റ് ഇങ്ങനെ മെഡിക്കൽ പ്രൊഫഷണൽസിനോട് പറയാൻ നേരത്ത് they will definitely get a solution എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നിന്നാണ് they are actually saying this. So in such situation, the nurse has to show that empathy towards the patient by saying, oh, that's unfortunate, but do you had this problem before? Then the answer is no. And have you tried any remedies? And the patient says, yes, I have tried hot bathing before the sleep, but it doesn't help. Okay, thank you for the information. And some more questions regarding your personal life. Do you have any long-term medication? And about the health condition, job, lifestyle, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കണ്ടോ, this is actually I was trying to give an example for this unknown case. Unknown caseന്റെ initially എപ്പോഴും questions ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് I was trying to give. Okay, so ഇങ്ങനെ നമുക്ക് ഇപ്പം even yet to prepare students ആണെങ്കിൽ, okay, those who are yet to prepare for the examination, some students they can actually look into this. ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട്. So study according to the pattern and you will be able to handle any speaking cards. അല്ലേ, we are not active into English speaking sometimes. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ആക്റ്റീവ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലേ. Rajana Shafiq, hi, good evening.
Okay, so നമ്മൾ ഇപ്പം ഫോർ IELTS-നാണെങ്കിലും OET-ക്കാണെങ്കിലും IELTS-ന് വിൽ ഹാവ് ടു സ്പീക്ക് ഫോർ അറൌണ്ട് 2 minutes by getting 1 minute as a preparation time. ഈ 1 minute preparation time വെച്ചിട്ട് നമ്മൾ 2 minutes സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഈവൻ ദോസ് ഹു ഹാൻഡിൽ ലാംഗ്വേജ് വെരി മച്ച് ദേ മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ബിക്കോസ് വി കൻ നോട്ട് ഈവൻ ഫോർ മലയാളത്തിലാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സംസാരിക്കാൻ പറ്റും ഈവൻ ദോ ഇറ്റ് ഇസ് ആ മദർ ടങ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാട്ട് ക്ലിയർലി ഇറ്റ് സ്റ്റേറ്റഡ് ഇസ് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസും ഗൈഡൻസും ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് രീതി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള എക്സാം കാർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആണ് വേണ്ടത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇങ്ങനെ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എക്സാമിനേഷൻ കാർഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ എക്സാം കാർഡ്സ് കണ്ടാൽ അറിയാമല്ലേ. സോ വെൻ യു ടേക്ക് ട്രെയിനിങ് again I have to say you ask for it, you demand for the exam cards, okay? And yes, so that's about the what to say about the pattern. There are a lot of keywords that I always repeat. അപ്പം എനിക്ക് തോന്നുന്നു you can refer to all our speculation video before you go or during your preparation time and before you go into the examination, because information gathering base ചെയ്തിട്ടുള്ള keywords like explore, ask, find out, check അങ്ങനെയുള്ള കീവേഡ്സിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഗിവിങ്ങിന് സൂചിപ്പിക്കുന്ന ആക്ഷൻ വേർഡ്സ്, verbs, explain, describe and give reason or give information, emphasize, stress, then reassure, resist, establish ഇങ്ങനെ keywords ഒക്കെ ഉണ്ട്. recommend, suggest, then request, advice ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്, അവിടെ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ക്യാൻ റെഫർ ശ്രീഹരി. ഹായ് ശ്രീഹരി, ഹൗ ആർ യു? ശ്രീഹരി Rohan. Okay, so please you can refer and you can understand, okay? And yes, so let me look into the let's come to the major portion of this speaking session, that's speculation. Yes, so നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ കാർഡ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ വാട്ട് ഓൾ ടൈപ്പ് ഓഫ് കാർഡ്സ് ആണ് വന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഹോസ്പിറ്റൽ വാർഡായിരുന്നു ഒരു സെറ്റിംഗ് വന്നിട്ട്, ആൻഡ് ഇറ്റ് വാസ് എൻ അബ്ഡോമിനൽ അൾട്രാ സ്കാൻ. അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലനേഷൻ ആയിരുന്നു കൂടുതലും വന്നിരിക്കുന്നത്. ഓക്കെ, പ്രൊസീജിയർ എക്സ്പ്ലനേഷൻ ബേസ്ഡ് കാർഡായിരുന്നു. ആൻഡ് റിക്വയർമെൻറ്റ്സ്, ഫാസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സിനൊക്കെ പറ്റി പറയുന്ന പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാർഡായിരുന്നു ഫസ്റ്റ് വൺ. ദെൻ വി ഹാഡ് എ ഹോം വിസിറ്റ്, ആൻഡ് പ്രോബബ്ലി ദിസ് ഇസ് ദ 5th ഹോം വിസിറ്റിൻ്റെ ലാസ്റ്റ് 6 months. ലാസ്റ്റ് 6 monthsലെ 5th ഹോം വിസിറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്പെക്കുലേഷൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായ ഒരു 6 മാസത്തെ കാർഡ്സ് എടുത്തത് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെക്കുലേഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 6th ഹോം വിസിറ്റ് ആണ് ഈ ഒരു 6 monthsനിടയിൽ. അപ്പം 5th ഹോം വിസിറ്റ് ആണ്. ഈ ഒരു 5th ഹോം വിസിറ്റിനകത്ത് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് നമ്മൾ ഹോം വിസിറ്റിൽ പൊതുവേ ഉള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ലാതെ ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോം വിസിറ്റ് എന്നുള്ള ഹെഡിങ്ങിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും അവിടെ വരുന്നില്ല അല്ലേ. യൂഷ്വലി ഹോം വിസിറ്റ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ നോൺ കേസ് എന്നറിയാം. നമ്മൾ ഈസ് ദിസ് ജോൺസ് ഹൗസ്, കെൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുക അല്ലേ. ബട്ട് ഇവിടെ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻറ്റ് ആൻഡ് യു സസ്പെക്ട് ഇഡിമ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എഡിമ ഇറ്റ്സ് അനദർ കണ്ടീഷൻ. ഓൾറൈറ്റ്, സോളൻ ലെഗാണ് ഇവിടെ സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. ആഫ്റ്റർ കെയർ, ഐ മീൻ കെയറിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ, പ്രൊസീജിയർ അല്ല. ഇവിടെ സിംറ്റംസിനെയും കെയറിനെയും പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് എ 35-year-old sleeping young a patient who has got sleeping difficulty. Usually നമുക്കൊരു സ്കിൻ റിലേറ്റഡ് പ്രോബ്ലം, ഐ തിങ്ക് ഐ പ്രോബബ്ലി എക്സ്പെക്ട് ഒരു ഡോഗ് ബൈറ്റോ ഒരു ക്യാറ്റ് ബൈറ്റോ ഒക്കെ എന്തായാലും എക്സാമിനേഷന് ഞാൻ ഈ വട്ടം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അലർജിക് സ്കിൻ ഓർ റെഡ് ബോയിൽസ് ഓർ എന്താ പറയുക ഹോട്ട് വാട്ടർ സ്പിൽഡ് ഓൺ ദ സ്കിൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കാർഡ് എന്തായാലും കാണും. ഇവിടെ ഇപ്പോൾ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ആൻഡ് അൺനോൺ കേസ് ആയിരുന്നു. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ആൻഡ് സം സജഷൻസ് പുട്ട് ഫോർവേഡ്. സജഷൻസും ഇൻഫർമേഷനും ഉള്ള
ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, സജഷൻസ് വെക്കുന്ന ഒരു കാർഡായിരുന്നു. ഓക്കെ, then we had medical clinic of 14-year-old vaccination. that's an obvious card അല്ലേ? ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള വാക്സിൻ കാർഡ്സ് ആണ്. വാക്സിൻ കാർഡ്സിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. എന്താണ് ശ്രദ്ധിക്കാൻ പറയാം? വാക്സിൻ കാർഡ്സ് വിൽ ബി ലിറ്റിൽ ട്രിക്കി അറ്റ് ടൈംസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് വാക്സിൻ കാർഡ്സ് എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താണ് വൈറസ് ആൻഡ് ബാക്ടീരിയൽ വാക്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വാക്സിൻ ആൻഡ് പ്രഗ്നൻസി, ചിക്കൻ പോക്സ് വാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുണ്ട്. അതുപോലെ ഇതെന്ന് പറയുന്നത് ബൂസ്റ്റർ ടെറ്റനസ് വാക്സിൻ ആണ്. ആൻഡ് റുബല വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതുണ്ട്. ഓക്കെ, ആൻഡ് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് that you need to check that. Okay, so I am so sorry that I forget I've got some viewers in YouTube as well. So just a minute. Okay. Okay, all right. So the first question was, I do not have passport. I booked OET through a national ID card. So will they ask any further ID proof? No, actually. You can either book exam through passport. The very common, the popular medium people book is through passport. That's why I specified. But no problem at all. You can do that. Hi, ma'am. Hi, Jisha. Saji. Ma'am, if the patient is readmitted to the same hospital ward in the case of self-introduction needed or not. Okay, I understand. Just look into the first bullet point. Even if it is readmitted or admitted, whether you know the patient is a different thing, you might say there is no personal connection between the patient and the nurse. അല്ലേ? ഒരിക്കലും ഒരു പേഴ്സണൽ കണക്ഷൻ നഴ്സും പേഷ്യൻറ്റും തമ്മിലില്ല. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ കേസ് ഓർ അൺനോൺ കേസ് എന്നാണ് പറയുന്നത്. നമുക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അറിയാവോ ഇല്ലയോ എന്നുള്ളതാണ് പോയിന്റ് അല്ലേ? അപ്പോൾ നമ്മുടെ വെനെവർ യു ഹാവ് എ കൺഫ്യൂഷൻ വെദർ ഇറ്റ് ഇസ് എ നോൺ കേസ് ഓർ അൺനോൺ കേസ്, അങ്ങനെ എപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കാൻ നേരത്തെ ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയില്ല പേഷ്യൻ്റ് എന്തിനാണ് വന്നേക്കുന്നതെന്ന്, അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അത് അൺനോൺ കേസാണ്, അത് കംപ്ലീറ്റ്ലി അൺനോൺ കേസാണ്. ഈവൻ ദോ റീവിസിറ്റ് ആണെന്ന് വിചാരിക്കാം, പക്ഷെ നമുക്ക് ആ പേഷ്യൻറ്റിനെ അറിയത്തില്ല, കേസ് അറിയത്തില്ലെങ്കിൽ നമ്മൾ ചോദിക്കും ക്യാൻ ഐ നോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ പേഷ്യൻറ്റ് പറയും അല്ലേ, ഐ ഹാവ് സർജറി നെക്സ്റ്റ് വീക്ക്, സോ ഐ ഹാവ് കം ഫോർ ദ പ്രീ ഓപ്പറേറ്റീവ് ചെക്സ് എന്ന് പറയും. അപ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് യുവർ കേസ്. ഓക്കെ, can I confirm your name? സോ പേര് പറയും അല്ലേ, പേര് പറയാൻ നേരത്ത് ഓക്കെ പ്രിയാങ്ക, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് സർജറി നെക്സ്റ്റ് വീക്ക്, അങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, ദെൻ ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ വെദർ ഇറ്റ്സ് എ നോൺ ഓർ അൺനോൺ കേസ്. ചിലപ്പോൾ ഈ പേര് ചോദിച്ചു കഴിഞ്ഞ് കാര്യം ചോദിച്ചു കഴിഞ്ഞ് മാത്രമേ നമുക്ക് ആളെ മനസ്സിലാകത്തുണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് ആണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പോയിന്റ് വരെ ആളെ അറിയത്തില്ല അല്ലേ. ആളിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് സർജറി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഇസ് ആസ്കിങ് യു ടു ഫൈൻഡ് ഔട്ട് ദ പേഷ്യൻറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ദാറ്റ്. സോ ഹായ് ജിജോ ചെറിയാൻ, Shamili Shaji, hi, hello, how are you? Alright, so yeah, I've got, thank you ma'am. Alright Jisha, so I'm happy that I could clear the doubt. So we have some participants in YouTube as well. Sorry I couldn't see you before. So that is it. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബൂസ്റ്റർ ടെറ്റനസ് ഇഞ്ചക്ഷൻ, റുബല വാക്സിനേഷൻ, ചിക്കൻ പോക്സ് വാക്സിനേഷൻ, then virus and bacteria vaccine differences, ഇങ്ങനെയാണ് നമ്മുടെ വാക്സിനേഷൻ കാർഡ്സ് വന്നേക്കുന്നത്. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോം വിസിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് ഒരു 5 വാക്സിനേഷൻ കാർഡ്സ് ഞാൻ പറഞ്ഞു. അഗൈൻ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി വാക്സിനേഷൻ കാർഡ്സിന് പകരമായിട്ട് പിന്നീട് വരാറുള്ളത് മലേറിയ പ്രിവെൻഷൻ ഓർ എനി കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ ആണ്. പ്രിവെൻഷൻ ആയിട്ട് അഡ്വൈസ് ചോദിച്ചു വരുന്ന പേഷ്യൻറ്റിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. സോ ഇറ്റ് ഇസ് മലേറിയ പ്രോഫിലാക്സിസ് അല്ലെങ്കിൽ മലേറിയ പ്രിവെൻഷൻ. ആഫ്രിക്കയിൽ വിസിറ്റ് ചെയ്യുന്ന patient or a person who is visiting Asia or Africa comes for some advice for prevention. അങ്ങനെയുള്ള കാർഡ്സ് ആണ് പിന്നീട് നമുക്ക് വരുന്നത്. സോ മേക്ക് ഷുവർ ദറ്റ് യു ഹാവ്
just practiced that again. Alright, then another card is okay, we had another procedure card, colonoscopy. So the patient is quite worried about the colonoscopy, and അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാർഡാണ്. ആൻഡ് ഇതിന് പകരമായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് IV cannulation insertion or urinary catheter insertion. സോ ഇങ്ങനെയുള്ള ഇൻസർഷൻ റിമൂവൽ കാർഡ്സ് വളരെ കോമൺ ആയിട്ട് വരും. സോ അങ്ങനെ ഒരു ടൈപ്പ് ലാസ്റ്റ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു ടൈപ്പിലെ കാർഡ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. Then we have a condition based card, that is type 2 diabetes. Okay, insulin injection and information regarding side effects in a focus the patient is quite worried about the after effects and side effects of all these. So ingine 6 varieties of cards aayirunnu last examination undulladu, and similar varieties you can expect in this time also. A mother or a parent child card, and which probably would be based on skin related issues, and we have discussed some examples. Nammal kosh examples noki, pinne colonoscopy allengil IV cannulation, ultra scan or catheter removal, idu polulla procedure based cards undavan chance undu. പിന്നെ നമ്മൾ ഡോഗ് ബൈറ്റ്, കാറ്റ് ബൈറ്റ്, റെഡ് ബോയിൽസ്, ഹോട്ട് വാട്ടർ സ്പിൽ, അങ്ങനെ കുറച്ച് കാർഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പ്രൊസീജിയേഴ്സിൽ തന്നെ ഡിസ്ചാർജ് റിക്വയർമെൻറ്റ്സ്, പ്രീ ഓപ്പറേഷൻ റിക്വയർമെൻറ്റ്സ്, പോസ്റ്റ് ഓപ്പറേഷൻ റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെ സർട്ടൻ കാർഡ്സ് ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ് മേക്ക് നോട്ട് ഓഫ് ഓൾ ദീസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിലുള്ള കാർഡ്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ആൻഡ് അഗൈൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഓർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അങ്ങനെ ഓർ ട്രാൻസ്ഈസോഫാഗൽ എക്കോകാർഡിയോഗ്രാം, അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ബേസ്ഡ് കാർഡ്സ് ഉണ്ടാവും. കാപ്ട്ര, സ്കൾ ഫ്രാക്ചർ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കീമോതെറാപ്പി, അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ബേസ്ഡ് ടൈപ്പ് 2 ഡയബറ്റീസ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ്, അങ്ങനെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള കാർഡ്സും ഉണ്ടാവും. ഓക്കെ, സോ ഐ ഹോപ്പ് I've made things clear. Alright, so I hope I have made things clear to you. So all the very best for the examination, and definitely we'll be back with the OET test review on the exam day at 9 o'clock. Last time namku unfavorable weather okke aayadu karanam very next day aanu nammal cheythathu, but there is no change in the time. It is at 9 o'clock. So I'll be coming back with Harish sir, and we'll be discussing together the writing and speaking sessions. All the very best for all the exam takers. കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട്സ് വന്നിട്ടില്ല, എല്ലാ കാൻഡിഡേറ്റ്സും വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ടു ദം ടു. ആൻഡ് മേ ബി മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ആ എക്സാം റിസൾട്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് എക്സാമിനേഷൻ്റെ ആ ഒരു ടൈമിലായിരിക്കും. എന്നാലും നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാം. ഇപ്പം ഐ തിങ്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അറൗണ്ട് ഒരു 6 months കവർ ചെയ്യുമ്പോൾ, ഓഫ്ലൈനിൽ 6 months കവർ ചെയ്യാൻ നേരത്ത് what I proudly find is like about ഒരു 1000 സ്റ്റുഡൻസിൽ നിന്ന് നമുക്കൊരു 50 റിസൾട്ട്സ് അല്ല കിട്ടുന്നത് അല്ലേ. നമുക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഇനിഷ്യലി തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. അതിനകത്തൊരു 90% നമ്മുടെ റിസൾട്ട്സ് ചെക്ക് ചെയ്യാൻ നേരത്ത് 90% കവർ ഓർ 95% കവർ ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആണുള്ളത് അല്ലേ. നമ്മുടെ ക്ലാസ് റൂമിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെയും റിസൾട്ട്സിൻ്റെയും പ്രപ്പോർഷൻ എടുക്കാൻ നേരത്ത് നമ്മളിടുന്ന എഫേർട്ടിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട്, ആ ഒരു സക്സസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഫ്രം 1000 that we are getting 50. We're getting it from a very limited number and a handful of results. So that's about whole Let's Update team. So we're again waiting for another results to come, and all the very best to all our exam takers, all the students who have watched this live. Thank you so much. This is Priyanka Pratha signing out.